സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ കാശ്മീർ താഴ്വരകൾ അശാന്തിയുടെ കാർമേഘത്താൽ മൂടപ്പെട്ടതായിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കി 2019 മുതൽ കാശ്മീർ താഴ്വരയിൽ വികസനങ്ങളുടെ തേരോട്ടം നടത്തുകയായിരുന്നു. ജമ്മു കാശ്മീരിനെ മുഖ്യധാരയിൽ എത്തിക്കാൻ 14 കിലോമീറ്റർ ദൂരമുള്ള അടൽ തുരങ്കപാത, ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ പാലം എന്നിവ കാശ്മീരിനെ വീണ്ടും ലോക ഭൂപടത്തിൽ സഞ്ചാരികളുടെ പ്രതീക്ഷയാക്കി മാറ്റുകയായിരുന്നു. വലിയ വികസനങ്ങൾ വിനോദസഞ്ചാരത്തെയും കച്ചവടത്തിനെയും പ്രോത്സാഹിപ്പിച്ചപ്പോൾ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങളും അന്തസ്സുള്ള ജീവിതവും ഉറപ്പായി. 2024 കാശ്മീരികൾ സ്വന്തം സർക്കാരിനെ തിരഞ്ഞെടുത്തു. ഭരണപരമായ തർക്കങ്ങളോ മത്സരങ്ങളോ ഇല്ലാതെ കാശ്മീർ മെല്ലെ പുരോഗമനത്തിന്റെ സൂര്യോദയം കാണാൻ തുടങ്ങുകയായിരുന്നു. 2025 ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റി എഴുതപ്പെട്ടു. ഡീപ് സ്റ്റേറ്റ് തകർന്നടിഞ്ഞു. തീവ്രവാദത്തിന്റെ ഭൂപടത്തിൽ ഇനി ഒരിടത്തും തുരുത്തുകളില്ലെന്നുള്ള ബോധ്യമാകാം തീവ്രവാദികളെ വീണ്ടും താഴ്വരയിൽ എത്തി നോക്കാൻ പ്രേരിപ്പിച്ചത്. ഇരുപത്തി നിരപരാധികളാണ് രക്തസാക്ഷികളായത്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസൺ വാലി താഴ്വര തീവ്രവാദികൾക്ക് എളുപ്പം രക്ഷപ്പെടാൻ കഴിയുന്ന സ്ഥലമായിരുന്നു. മണിക്കൂറുകൾക്ക് മുൻപ് വരെ ലോകത്തോടൊപ്പം ഉണ്ടായിരുന്ന കാശ്മീരിനെ വീണ്ടും ചെകുത്താന്റെ നിഴലിലാക്കിയിട്ട് അവർ കാട്ടിലേക്ക് ഓടിമറിഞ്ഞു. പഹൽഗാമിലെ പുല്ലാമ്പുകളിൽ മഞ്ഞുകണങ്ങൾക്ക് പകരം മതമുള്ള ചോരത്തുള്ളികളാണ് തിളങ്ങി നിൽക്കുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരെ കല്ലെറിഞ്ഞ് ശീലിച്ച കാശ്മീർ ജനത മാറിയിരിക്കുന്നു. അവർ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയിരിക്കുന്നു. വർഗീയ ഇലകളയ്ക്കും യുദ്ധത്തിനും കോപ്പുകൂട്ടിയ മതഭ്രാന്തന്മാർക്ക് മാളത്തിൽ തന്നെ അടയിരിക്കാം. ജനങ്ങളും ജനാധിപത്യവും വിജയിക്കുക തന്നെ ചെയ്യും.